നമസ്കാരം മലയാളത്തിലേക്ക് സ്വാഗതം. സാമ്പത്തിക ഭദ്രത ആഗ്രഹിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന പാഠമാണ് കോമ്പൗണ്ടിങ്ങിന്റെ കരുത്ത്. പണം വെറുതെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടതുകൊണ്ട് മാത്രം വലിയ ലാഭം ലഭിക്കില്ല. മറിച്ച് ശരിയായ ഫണ്ടുകളിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചാൽ മാത്രമേ വലിയ സമ്പത്ത് കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വിപണിയിൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച ഒരു ഫണ്ടിനെ കുറിച്ച് ഇന്ന് പരിചയപ്പെടാം. 5, 10, 15 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്ഥിരതയാർന്ന പ്രകടനം കൊണ്ട് നിക്ഷേപകരെ ആശ്ചര്യപ്പെടുത്തിയ ഈ ഫണ്ടിന്റെ വളർച്ചാ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. 5, 10, 15 വർഷത്തെ ദീർഘകാല അളവുകൾ പരിശോധിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും 20%-ലധികം വാർഷിക റിട്ടേൺ നൽകിയ ഏക ഇക്വിറ്റി സ്കീമാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്. 15 വർഷത്തെ റിട്ടേൺ ചാർട്ടിൽ ഈ ഫണ്ട് ഒന്നാമതാണ്. കൂടാതെ എല്ലാ വിഭാഗങ്ങളിലുമായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഫണ്ടുകളുടെ പട്ടികയിലും ഇത് ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ഫണ്ടിന്റെ റെഗുലർ പ്ലാൻ ലംസം നിക്ഷേപങ്ങൾക്ക് 5 വർഷത്തിൽ 20%, 7 വർഷത്തിൽ 20.82%, 10 വർഷത്തിൽ 20%, 15 വർഷത്തിൽ 20% എന്നിങ്ങനെ വാർഷിക റിട്ടേൺ നൽകിയിട്ടുണ്ട്. SIP നിക്ഷേപകർക്കും 10 വർഷം, 15 വർഷം എന്നീ കാലയളവുകളിൽ 20 മുതൽ 22% വരെ വാർഷിക റിട്ടേൺ ആണ് ലഭിച്ചിരിക്കുന്നത്. 2010 സെപ്റ്റംബറിലെ ലോഞ്ചിന് ശേഷം ഈ ഫണ്ട് ലംസം നിക്ഷേപത്തിന് 1500% അബ്സല്യൂട്ട് റിട്ടേൺ നൽകി. അതായത് നിക്ഷേപിച്ച തുകയെ 16 മടങ്ങ് വർദ്ധിപ്പിച്ചു. പ്രതിമാസം 10,000 രൂപയുടെ SIP വഴി നിക്ഷേപിച്ച തുക ഇന്ന് 1.25 കോടി രൂപ വളർന്നിട്ടുണ്ട്. 2010 സെപ്റ്റംബർ 16 പ്രവർത്തനം ആരംഭിച്ചതു മുതൽ മികച്ച പ്രകടനമാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ റെഗുലർ പ്ലാൻ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തോളമായി പ്രതിവർഷം ശരാശരി 19.75% റിട്ടേൺ നൽകാൻ ഈ ഫണ്ടിന് സാധിച്ചു. ഈ വളർച്ചാ നിരക്ക് അനുസരിച്ച് പരിശോധിച്ചാൽ ഫണ്ട് ലോഞ്ച് ചെയ്ത സമയത്ത് 1 ലക്ഷം രൂപ ഒറ്റത്തവണയായി നിക്ഷേപിച്ച ഒരാളുടെ ഇന്നത്തെ സമ്പാദ്യം 16,21,620 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ദീർഘകാല നിക്ഷേപകർക്ക് സ്ഥിരതയാർന്ന ലാഭം ഉറപ്പാക്കുന്നതിൽ ഈ സ്കീം മുൻപന്തിയിലാണെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം റെഗുലർ പ്ലാനിനേക്കാൾ ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്യുന്ന നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ഡയറക്റ്റ് പ്ലാൻ 2013 ജനുവരി 1 ആരംഭിച്ചത്. ലോഞ്ച് ചെയ്തത് മുതൽ പ്രതിവർഷം ശരാശരി 23.88% എന്ന മികച്ച റിട്ടേൺ ഈ പ്ലാൻ നിക്ഷേപകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ വളർച്ച പരിശോധിച്ചാൽ 2013 ഈ പ്ലാനിൽ 1 ലക്ഷം രൂപ ഒറ്റത്തവണയായി നിക്ഷേപിച്ച ഒരാൾക്ക് 16,75,330 രൂപ തിരികെ ലഭിക്കുമായിരുന്നു. ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിക്ഷേപിക്കുന്നത് വഴി ലഭിക്കുന്ന കുറഞ്ഞ ചിലവ് നിരക്കുകളാണ് ഡയറക്ട് പ്ലാനിലെ ഈ അധിക ലാഭത്തിന് പ്രധാന കാരണം. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിക്ഷേപങ്ങൾ അതിശയിപ്പിക്കുന്ന വളർച്ച തന്നെയാണ് കൈവരിച്ചത്. 2010 സെപ്റ്റംബറിലെ ലോഞ്ച് മുതൽ പ്രതിമാസം 10,000 രൂപ വീതം നിക്ഷേപിച്ച ഒരാൾ ആകെ ചിലവാക്കിയ 18.6 ലക്ഷം രൂപ ഇന്ന് 1.24 കോടിയിലധികം രൂപയായിട്ടുണ്ട്. 15 വർഷത്തെ കാലയളവിൽ നോക്കുകയാണെങ്കിൽ 22.1% വാർഷിക ആദായത്തോടെ 18 ലക്ഷം രൂപയുടെ നിക്ഷേപം 1.14 കോടി രൂപയായി മാറിയിട്ടുണ്ട്. 10 വർഷം കൊണ്ട് 12 ലക്ഷം രൂപയുടെ നിക്ഷേപം 35.49 ലക്ഷം രൂപയായും 5 വർഷം കൊണ്ട് 6 ലക്ഷം രൂപയുടെ നിക്ഷേപം 8.9 ലക്ഷം രൂപയായും വർദ്ധിച്ചു. കുറഞ്ഞ തുക കൊണ്ട് ദീർഘകാല നിക്ഷേപം നടത്തുന്നവർക്ക് എങ്ങനെ വലിയ സമ്പാദ്യം ഉണ്ടാക്കാമെന്നതിന് ഈ കണക്കുകൾ മികച്ച ഉദാഹരണമാണ്. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. 2010 സെപ്റ്റംബർ 16 ആരംഭിച്ച ഫണ്ട് മ്യൂച്വൽ ഫണ്ട് വിപണിയിലെ കരുത്തുറ്റ സാന്നിധ്യമാണ്. 2026 ഏപ്രിൽ വരെയുള്ള കണക്കനുസരിച്ച് 152 രൂപയാണ് ഫണ്ടിന്റെ NAV. മാർച്ച് 31 റിപ്പോർട്ടുകൾ പ്രകാരം 67,641 കോടി രൂപയുടെ ഭീമമായ ആസ്തിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. എക്സ്പെൻസ് റേഷ്യോ പരിശോധിച്ചാൽ റെഗുലർ പ്ലാനിന് 1.4%, ഡയറക്ട് പ്ലാനിന് 0.65% ഈടാക്കുന്നത്. ഫണ്ടിന്റെ റിസ്ക് ഘടകങ്ങളായ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16.73%, ബീറ്റ 0.81%, ഷാർപ്പ് റേഷ്യോ 0.94% എന്നിങ്ങനെ വിപണിയിലെ ചലനങ്ങൾക്കിടയിൽ മികച്ച റിസ്ക് റിട്ടേൺ ബാലൻസ് നിലനിർത്താൻ ഫണ്ടിന് സാധിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി തരുന്നു. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ നിക്ഷേപ രീതി പരിശോധിച്ചാൽ വിവിധ വ്യവസായ മേഖലകളിലായി മികച്ച രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ഇതിനുള്ളതെന്ന് കാണാം. ഫണ്ടിന്റെ ആകെ നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗം ബാങ്കിംഗ്, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, കൺസ്യൂമർ ഡ്യൂറബിൾ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, ഓട്ടോ ഘടകങ്ങൾ എന്നീ മേഖലകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽസ്, ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്നീ മേഖലകളിലും ഫണ്ടിന് ശ്രദ്ധേയമായ പങ്കാളിത്തമുണ്ട്. പ്രധാന മേഖലകളിലെല്ലാം ഏകദേശം തുല്യമായ നിക്ഷേപം ഉറപ്പാക്കുന്നത് വഴി ഒരു പ്രത്യേക മേഖലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഫണ്ടിനെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യത കുറയ്ക്കാനും സ്ഥിരതയാർന്ന വളർച്ച കൈവരിക്കാനും ഈ ഫണ്ട് സഹായിക്കുന്നുണ്ട്. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ
ഓഹരി നിക്ഷേപങ്ങൾ പരിശോധിച്ചാൽ മികച്ച വളർച്ചാ സാധ്യതയുള്ള കമ്പനികളിൽ കൃത്യമായ അനുപാതത്തിൽ ഫണ്ട് നിക്ഷേപം നടത്തിയിരിക്കുന്നതായി കാണാം. പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ വിഹിതമുള്ളത് MCXലാണ്. ഏകദേശം 2.89% വെയിറ്റേജ് നൽകിയിട്ടുണ്ട്. ബാങ്കിംഗ് മേഖലയിൽ HDFC ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക് എന്നിവയിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. കൂടാതെ വ്യവസായ ഊർജ്ജ മേഖലകളിലെ പ്രമുഖരായ അപാർ ഇൻഡസ്ട്രീസ്, TD പവർ സിസ്റ്റംസ്, BHEL, കിർലോസ്കർ ബ്രദേഴ്സ് എന്നിവയിലും എമാമി പോലുള്ള കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയിലും ഫണ്ട് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്ത കമ്പനികളിലായി നിക്ഷേപം വിഭജിക്കുന്നത് വഴി റിസ്ക് കുറയ്ക്കാനും മികച്ച ആദായം ഉറപ്പാക്കാനും ഫണ്ടിന് സാധിക്കുന്നു. ദീർഘകാല നിക്ഷേപത്തിലൂടെ മികച്ച സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാക്കാവുന്ന ഒന്നാണ് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന്റെ വളർച്ച. കൃത്യമായ പ്ലാനിങ്ങും ക്ഷമയോടെയുള്ള കാത്തിരിപ്പും ഉണ്ടെങ്കിൽ സാധാരണക്കാരായ നിക്ഷേപകർക്കും വലിയൊരു ആസ്തി കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് ഈ ഫണ്ടിന്റെ കഴിഞ്ഞ 15 വർഷത്തെ പ്രകടനം തെളിയിക്കുന്നുണ്ട്. വൈവിധ്യവൽക്കരിച്ച പോർട്ട്ഫോളിയോയും ശക്തമായ ഫണ്ട് മാനേജ്മെന്റും ഇതിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ്. എങ്കിലും സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ റിസ്ക് സാധ്യതയുള്ളതിനാൽ സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങളും റിസ്ക് എടുക്കാനുള്ള ശേഷിയും വിലയിരുത്തി മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ കൈക്കൊള്ളുക.